ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിതവിടെ ഒരു കടായി വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതാ ഒരു 2 സവാള കുഞ്ഞതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സവാള വഴറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറി വരുമല്ലോ, അതൊന്ന് വറ്റണം. അത്രയും ആയി കിട്ടിയാൽ മതി. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ടി കിട്ടിക്കോളും എന്ന് വെച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ അതാ ഒരു 2 പച്ചമുളകും ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇട്ടാൽ, ഒരുപാട് വലുതാവണ്ട, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി പൊടി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് വഴണ്ടി കിട്ടണ മാതിരി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുത്തിട്ട്, ഒരുപാട് പൊടികളൊന്നുമില്ല, 3 പൊടികൾ മാത്രം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല, ഇത്രയും മാത്രം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് പൊടികൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ നല്ലോണം അറിയാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതാ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിൻ്റെ ഇല പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് കരിവേപ്പിൻ്റെ ഇല പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കോഴിമുട്ട ഇതിലേക്ക് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ട ഏറ്റൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് തികയില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു 9 കടി ഉണ്ടാക്കാനുള്ള പിന്നെ ഇതുണ്ടാവും കേട്ടോ. 9 എണ്ണം ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ അളവിൽ ഉണ്ടാക്കാനുള്ള. ഒരു കട്ട്ലറ്റിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ഒരു 9 എണ്ണം ഉണ്ടാക്കിയെടുക്കണ്ടോ. ഇത് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കേണ്ടി. ഒരു 4 കോഴിമുട്ടയും ഒരു 4 സവാളയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മക്കൾക്കൊക്കെ തികയുള്ളൂ കേട്ടോ. മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്സാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. പിന്നെ ഇത് കോഴിമുട്ട നല്ലോണം ഒന്ന് ഇതേപോലെ പിന്നെ ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ അത് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. സൈഡിന് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ള ഭാഗം വേറെ ആയിട്ടും ബ്രൗൺ കളറുള്ള ഭാഗം വേറെ ആയിട്ട് മാറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ഈ വെള്ള ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഈ വെള്ള ഭാഗം നല്ലോണം ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. ബ്രെഡിൻ്റെ 2 സൈഡും കൂടി ഒന്നിച്ചിട്ടിട്ട് പൊടിക്കരുതിട്ട് വേറെ പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇതായി വെള്ള ഭാഗം നല്ലോണം പൊടിച്ചെടുത്തിട്ട് ഈ മുട്ടൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഓണാക്കൊന്നും വേണ്ട കേട്ടോ. ഈ നമ്മൾ ചൂടാറാൻ വെച്ച ഈ മുട്ടൻ്റെ കൂട്ടിലേക്കാണ് ഈ ബ്രെഡ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുവിധം ചൂടാറിയതിൻ്റെ ശേഷമാണ് ഞാനിതിട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഇതൊന്നും ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചിട്ട് എടുക്കണം കേട്ടോ. എന്നാലേ നമുക്കിങ്ങനെ ഉരുട്ടാൻ പറ്റുള്ളൂ. പിന്നെ ഒരു മാവ് പരുവത്തിൽ ആക്കിയെടുക്കണം. അധികം ചൂട് പാടില്ല കേട്ടോ. കൈ പൊള്ളാത്ത അത്ര ഒരു ചൂടിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. ഇത് നേരിയൊരു ചൂടുണ്ട്, എന്നാലും കൈ തൊട്ടാൽ പൊള്ളൊന്നുമില്ല. അത്രയും പാകത്തിന് നമ്മളിങ്ങനെ നല്ലോണം കുഴച്ചെടുക്കുക. നല്ലോണം തന്നെ ഞാൻ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോഴിമുട്ടൊക്കെ അവിടെ പൊടിയാതെ കിടക്കണതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് നമ്മളിങ്ങനെ കൈയേറ്റ് തന്നെ കുഴച്ച് മിക്സാക്കുമ്പോൾ അത് നല്ലോണം പൊടിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് ചേർന്ന് വന്നോളും. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ. ഇതൊരു വേണമെന്നുണ്ടെങ്കിൽ ലോലിപോപ്പ് മോഡലിൽ നമുക്ക് ഇതാക്കിയെടുക്കാം. ഇതിങ്ങനെ ഉരുണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ലോലിപോപ്പിൻ്റെ മോഡലാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഈർക്കളോ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തെടുത്തിട്ടില്ല. ഞാനിപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊന്നും തികഞ്ഞില്ല കേട്ടോ. അത് ഉണ്ടാക്കിയപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കൂടെ എന്ന് പറഞ്ഞ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം
ഒരു 2 സ്പൂൺ മൈദമാവും 1 സ്പൂണ് കോൺഫ്ലവറും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകിൻ്റെ പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല, മക്കളൊക്കെ കഴിക്കുന്നില്ല, അപ്പോൾ ഒരുപാട് എരിവ് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ മിറാനു ബേബീനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അവനിവിടെ ഉണ്ട്, അപ്പോൾ അവനക്ക് ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് എരിവ് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വലിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും കൂടി കുറച്ച് ഒരു 1/2 സ്പൂണ് കുരുമുളകും പൊടി ഇട്ടിട്ട് മാവ് കലക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഓരോരോ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഓരോന്ന് ചെയ്തെടുക്കട്ടോ. പിന്നെ നമ്മൾ സാധാ കട്ട്ലേറ്റ് ഉണ്ടാക്കണ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം മൈദൻ്റെ ബാറ്ററിൽ മുക്കുക, പിന്നെ നമ്മളെ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമ്മൾ മുറിച്ച് വെച്ചിരുന്നില്ല, അതായിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിരിക്കണം, അതിലും കൂടി കോട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കണ്ടില്ല, ഇതൊരു 9 എണ്ണം ആണ് എനിക്ക് ഉണ്ടാക്കാൻ കിട്ടിയിട്ടുള്ളത്. 2 സവാളയും 2 ഉള്ളിയും വെച്ചിട്ട്. അപ്പോൾ നമ്മളിത് ഒരു 4 സവാളയും 4 കോഴിമുട്ടയും വെച്ചുണ്ടാക്കിയാൽ ഒരു 18 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഒരുവിധമൊക്കെ എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാൻ മാത്രം ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുന്നത്, ഇപ്പോൾ അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ലാത്ത നിലക്കാണ് ആയത് കേട്ടോ. ആർക്കും തികഞ്ഞില്ല. പിന്നെ ഉണ്ടാക്കാനും മടിയായിരിക്കല്ലേ, നമുക്ക് ഒന്നും ഉണ്ടാക്കിയിട്ട് പിന്നെയും പോയിട്ട് അതേമാതിരിയൊക്കെ ഉണ്ടാക്കി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയല്ലേ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ട് മക്കൾക്കായാലും വലിയവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ സ്നാക്സ്. നമ്മൾ കട്ട്ലറ്റ് തിന്നണ അതേമാതിരിയൊക്കെ തന്നെയാണ് തോന്നൽ. പക്ഷേ ആ കോഴിമുട്ട നമ്മൾ കുരുമുളകും പൊടി ഇതൊക്കെ ഇട്ടിട്ടുള്ളതിൽ വാട്ടിയെടുത്തതല്ല, അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഞാൻ തന്നെ കുരുമുളകിൻ്റെ പൊടി നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കൂല, നേരെ ഒന്ന് ക്രഷ് ചെയ്ത മാതിരിയാണ് ഇട്ടെടുക്കില്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ കുരുമുളക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരൽ. എനിക്ക് ഫൈൻ പൗഡർ ആക്കുന്നത് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഞാനിതാ എല്ലാതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഒരു 1/2 മണിക്കൂർ മതി ഇത് എല്ലാതും കൂടി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേരമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഒന്നാമത് ഉണ്ടാക്കിയെടുക്കാഞ്ഞത് എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഞാനിതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് ഓയിലിട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ വെറുതെ നമ്മൾ ഓയിൽ വേസ്റ്റ് ആവുക എന്നല്ലാതെ നമ്മൾക്കിതൊന്നും വേവിച്ചെടുക്കാനൊന്നുമില്ല, എല്ലാതും വെന്ത സാധനങ്ങളാണ്. പിന്നെ ഇതിലൊന്ന് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടൊന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ചെറിയൊരു ചട്ടി വെച്ചിട്ട് നമ്മളിതൊരു പപ്പടം പൊരിക്കാനൊക്കെ എടുക്കണം അത്ര ഓയിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കണ്ട് പൊരിച്ചെടുത്തതാണ്. പിന്നെ ഇത് ചിലവരൊക്കെ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കണത് കാണാം കേട്ടോ. അങ്ങനെ ചെയ്യണക്കാട്ടും നല്ലത് ഈ മൈദൻ്റെ ബാറ്ററിൽ മുക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത വരും നമ്മൾ കോഴിമുട്ടയിൽ മുക്കിയിട്ട് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതേമാതിരി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീരെ പത വരില്ല കേട്ടോ, നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഞാനിത് എല്ലാതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കണതുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ. പിന്നെ ഒരുപാട് ഈസി സ്നാക്സിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേലിസ്റ്റോ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് റെസിപ്പീസ് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ഈസി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. 100% പറയുകയും ചെയ്യുക, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും വേണ്ട. അപ്പോൾ പുതിയൊരു സ്നാക്സായിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.